ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم النبيين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ സ്വർഗപ്രവേശനത്തിന് അടിസ്ഥാനപരമായി ഒരുവനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഈമാൻ, ഈമാൻ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ മുഅ്മിനുകളാകുന്നതുവരെ, ഈമാനുള്ളവരാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരു ഈമാൻ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത കാര്യമാണ്. അതേറ്റവും ആദ്യം വാജിബാകുന്ന, നിർബന്ധമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, വകുല്ലു ഖൈരിൻ ഫിദ്ദുനിയ വൽ ആഖിറതി മുതവഖഫുൻ അലാ വുജൂദിൽ ഈമാനി വസിഹ്ഹതിഹി വസലാമതിഹി. ദുനിയാവിലാകട്ടെ പരലോകത്തിലാകട്ടെ അവിടെയെല്ലാമുള്ള എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം അത് ഈമാനിന്റെ ഏറ്റ വ്യത്യാസത്തിന് അനുസരിച്ചായിരിക്കും. ഒരുവന്റെ ഈമാൻ അത് സുരക്ഷിതമായ ഈമാനാണ്, കലർപ്പില്ലാത്ത ഈമാനാണ് എങ്കിൽ അവന് ഖൈറാത്തുകൾ അത് ദുനിയാവിലാകട്ടെ പരലോകത്തിലാകട്ടെ കൂടുതലായിരിക്കും. അതിൽ വരുന്ന കുറവുകൾക്കനുസരിച്ച് അവന് ഖൈറുകൾ തടയപ്പെട്ടുകൊണ്ടിരിക്കും ഇരുലോകത്തും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ മറ്റെന്തിനേക്കാളും വില കൊടുക്കുക അവന്റെ ഈമാനിനാണ്. മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഈമാനിന്റെ കാര്യത്തിനായിരിക്കും. അപ്രകാരമായിരുന്നു മുൻഗാമികളായ സലഫു സാലിഹുകൾ. അവർ ഈമാനിന്റെ കാര്യം ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടിരിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹാബികളോട്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് പറയാറുണ്ടായിരുന്നു, ഹലുമ്മു നസ്ദാദ് ഈമാന, തആലൗ, നിങ്ങൾ വരൂ, കുറച്ചു നേരം നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറയും, ഇജ്ലിസു ബിനാ നസ്ദാദു ഈമാന, നമ്മളോടൊപ്പം ഇരിക്കൂ, വരൂ നമുക്ക് കൂടിയിരിക്കാം, എന്നിട്ട് കുറച്ച് ഈമാൻ വർദ്ധിപ്പിക്കാം. ഇപ്രകാരം സലഫു സാലിഹീങ്ങളിൽ സഹാബികളിൽ പ്രധാനപ്പെട്ട സഹാബിമാരെല്ലാം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് അതിന് അവർ അങ്ങേയറ്റം പരിഗണന നൽകിയിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇമാം അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മിൻ ഫിഖ്ഹിൽ അബ്ദി, ഒരു അടിമക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അമുസ്ദാദുൻ ഔ മുൻതഖിസ്. ഈമാനിന്റെ അവസ്ഥയെക്കുറിച്ച് അവനക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. എപ്പോഴും അവൻ ഈമാനിൽ വർധനവുള്ള ആളാണോ അതോ ഈമാനിൽ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തണം. അവൻ ആ കാര്യത്തിനെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം. ഇതൊരു മുഅ്മിനിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ്. ഉമൈർ ഇബ്നുൽ ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യും. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം അതാണ് ഈമാനിനെ കുറിച്ച്. ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, വമാ സിയാദതുഹു വമാ നഖ്സുഹു, ഈമാൻ എങ്ങനെയാണ് വർദ്ധിക്കുക, ഈമാൻ എങ്ങനെയാണ് കുറയുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇദാ ദക്കറനല്ലാഹ്
വഹമിദ്നാഹു ഫദാലിക സിയാദതുഹു. നമ്മൾ അല്ലാഹുവിനെ സ്മരിച്ചാൽ, അല്ലാഹുവിനെ ഹംദ് പറഞ്ഞാൽ അങ്ങനെയാണത് വർദ്ധിക്കുക. ഇനി വഇദാ ഗഫൽനാ വനസീനാ ഫദാലിക നുഖ്സാനുഹു. ഇനി നമ്മൾ അശ്രദ്ധയിലായി കഴിഞ്ഞാൽ, അള്ളാഹുവിനുള്ള സ്മരണ അത് മറന്നു കഴിഞ്ഞാൽ ഈമാൻ കുറഞ്ഞു പോകും എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്രകാരം തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹവും പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പൊ നോക്കൂ, ഈമാനിൽ വർധനവുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നതുപോലെ തന്നെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ സലഫു സാലിഹീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങേയറ്റം അവർ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളോട് അവർ പുലർത്തിയ ജാഗ്രത. അപ്പോൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, സ്വന്തത്തിന് ഗുണം പ്രതീക്ഷിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഈമാൻ ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ ഈമാൻ എപ്പോഴും ഉയർന്ന രീതിയിൽ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് തഹ്ഖീഖുൽ ഈമാനി വഫുറൂഇഹി വത്തഹഖഖു ബിഹാ ഇൽമൻ വഅമലൻ വഹാല. ഈമാൻ അത് യാഥാർത്ഥ്യവൽക്കരിക്കുക, അതുപോലെ തന്നെ ഈമാനിന്റെ മറ്റ് ശാഖകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഈമാനിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുക, ഈമാനികമായ നല്ല അവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകുക. ഒരു മുഅ്മിൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? അസ്സഅയു ഫീ ദഫ്ഇ മാ യുനാഫിഹാ വയുൻഖിസുഹാ. ഈമാനിനെതിരാകുന്ന കാര്യങ്ങൾ, ഈമാനിനെ കുറച്ചു കളയുന്ന, ഈമാനിനെ ദുർബലപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ, അതിനെ തടയുക. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലായി? ഈമാനിനെ കുറച്ചു കളയുന്ന, ദുർബലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ ഒരുപാട് കാര്യങ്ങൾ ഈമാനിനെ ദുർബലപ്പെടുത്തി അവസാനം ഈമാനിൽ നിന്ന് ഒന്നും തന്നെ അവശേഷിക്കാത്ത അവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ജാഗ്രതയോടുകൂടി ഒരു മുഅ്മിൻ കൈകാര്യം ചെയ്യണം എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഈമാനിനെ കുറച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈമാൻ അതിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈമാൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അത് ദുർബലപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാൻ നമ്മളിൽ കുറയുന്നുണ്ടോ ദുർബലപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ അനിവാര്യമാണ്. ആ അടയാളങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം വിലയിരുത്താൻ സാധിക്കും. എനിക്ക് ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് വിലയിരുത്താൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞതാണ് സുഹൂലത്തുൽ വുഖൂഇ ഫിൽ മആസി വത്തദർറുജി ഫീഹാ ഹത്താ യതഅവദ അലൈഹാ വഹാദാ ദലീലുൻ അലാ ളഅഫി ഈമാനിഹി. തിന്മകളിൽ പെട്ടെന്ന് വീണു പോവുക എന്നുള്ളത്, തിന്മകളിൽ എളുപ്പം ചെന്നു പതിക്കും, അതുപോലെ തന്നെ അത് ശീലമായി മാറും. ഇത് ഈമാനിന്റെ ദുർബലത അറിയിക്കുന്ന ഒരു അടയാളമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അദമു തഅസ്സുരി ബിആയാതില്ലാഹി ഇദാ സമിഅഹാ ഔ ഖറഅഹാ അഹ്യാനൻ. ചില സമയത്ത് ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാധീനം ഉണ്ടായിരിക്കൂല, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് കേട്ടാൽ ഒരു പ്രത്യേകിച്ച് ഒരു സ്വാധീനവും ഇല്ലാത്ത അവസ്ഥ. ഒരുപാട് കാലം അങ്ങനെ ഖുർആൻ ഓതാതെ അങ്ങനെ കടന്നു പോകുന്നുണ്ട്.
അതുപോലെ തന്നെ ഖുർആൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു സ്വാധീനവും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇത് ഈമാൻ ദുർബലപ്പെട്ടു പോകുന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തെ ഒരു അടയാളം ളീഖുസ് സദ്രി വസുർഅത്തി തദജ്ജുരി വത്തഅഫുഫ്, ഹൃദയം കുടുസായതുപോലെ അനുഭവപ്പെടുക. ഹൃദയം കുടുസായതുപോലെ, സമാധാനമില്ലാത്തൊരവസ്ഥ, എപ്പോഴും പേടിയും അതുപോലെ തന്നെ ബേജാറും മനസ്സിലുണ്ടാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് താഴ്ന്നു പോകുന്ന, വിഷമിക്കുന്ന, അതിന്റെ പേരിൽ കൂടുതൽ വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇത് ഈമാനിന്റെ കുറവിൽപ്പെട്ടതാണ്. നാലാമത്തൊരു കാര്യം അശ്ശുഊറു ബിഖസ്വത്തിൽ ഖൽബ്, ഹൃദയം കടുത്തു പോകുന്നത് പോലെ തോന്നുക. കുറെ ഇബാദത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടാവും, ഹൃദയം കടുത്തു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണ് എന്ത്? ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇബാദത്ത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നില്ല, കുറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ചെയ്യണ്ടെങ്കിൽ തന്നെ ഇബാദത്തുകളിൽ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥ. ഇത് ഈമാനിന്റെ ദുർബലതയാണ്. അഞ്ചാമത്തൊരു കാര്യം, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ തന്നെ മനസാന്നിധ്യമില്ലാത്ത അവസ്ഥ. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ മനസാന്നിധ്യമല്ല, ഹൃദയം എവിടൊക്കെയാണ്, അവന്റെ ശരീരം ഇവിടെ ഉണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ നാവ് അങ്ങനെ ചലിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ ഹൃദയം അവിടെയില്ല. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ ഈ ഒരു അവസ്ഥ. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഈമാനിന്റെ ദുർബലതയാണ്. അതുപോലെ തന്നെ ദീനിന്റെ കാര്യത്തിൽ അദമു തദ്ഹിയതി ബിൽ മാലി വൽ വഖ്തി ലിനുസ്റത്തിൽ ഇസ്ലാമി വദ്ദഅവതി ഇലൈഹി വസ്സബ്രി അലാ ദാലിക്, ദീനിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ കാര്യത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ തോന്നുന്നില്ല. അതല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഈമാനിന്റെ ളഅഫിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അത്തകാസുലു ഫി അഅമാലി ത്വാആത്തി വൽ ഇബാദാത്ത്, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മടി ഉണ്ടാകുക. അതിൽപ്പെട്ടതാണ് ഇഹ്മാലു സ്വലാത്തി നവാഫിൽ വറവാത്തിബ് വഖിയാമിൽ ലൈൽ വത്തബ്കീരി ലിൽ മസ്ജിദ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മടി ഉണ്ടാകും, സുന്നത്ത് നിസ്കാരങ്ങൾ പാഴാക്കും. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നേരത്തെ എത്തുന്നത് അത് പാഴാക്കി കളയും. അതുപോലെ തന്നെ രാത്രി നിസ്കാരം അത് പാഴാക്കി കളയും. ഇതൊക്കെ എന്ത് കാരണത്താലാണ്? മടി കാരണമാണ്. വേറെ ശർഈയായ എന്തെങ്കിലും ഉദ്റുകൾ ഉള്ളത് കൊണ്ടല്ല, മടി കാരണം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇത്തരം ഇബാദത്തുകളൊക്കെ പാഴായി പോകുന്നു എന്നുള്ളത് ഈമാനിന്റെ ദുർബലതയുടെ അടയാളമാണ്. അതുപോലെ തന്നെ മജാലിസുദ് ദിക്ർ, ഇൽമിന്റെ സദസ്സുകൾ പങ്കെടുക്കാൻ മടി. അപ്പൊ ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ ഈമാനിനെ പരിപോഷിപ്പിക്കുന്ന കാരണങ്ങളാണ്. പള്ളിയിലേക്ക് നേരത്തെ വരിക, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക, റവാത്തിബ് നിസ്കരിക്കുക എന്നുള്ളതൊക്കെ ഈമാനെ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ മടി ഉണ്ടാകുക, മനസ്സിലായില്ലേ? അങ്ങനെ ഇതിനൊക്കെ മടി ഉണ്ടാകുക എന്നുള്ളത് ഈമാൻ അത് ദുർബലപ്പെടുന്നതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രം ഓർക്കുക, ഇത് നിഫാഖിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഈ നിഫാഖിന്റെ അടയാളം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്താകും? ഈമാൻ കുറഞ്ഞു പോകും. മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല എന്നാണ്. അവർ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമാണ് സ്മരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നില്ല, ഓർക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ. അത് ഈമാനിന്റെ ദുർബലതയുടെ അടയാളമാണ്. അതുപോലെ തന്നെ അദമു തഅസ്സുരി ബിൽ മവാഇദി വദിക്രിൽ മൗതി വഹുദൂരിൽ ജനായിസ് വറുയത്തിൽ അംവാത്ത്, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര തന്നെ വഅള് കേട്ടിട്ടും ഒരു കുലുക്കവും ഹൃദയത്തിനെ ബാധിക്കാത്തൊരവസ്ഥ. എത്ര തന്നെ മരണത്തിനെ കുറിച്ച് ആലോചിച്ചാലും മനസ്സിന് ഒരു കുലുക്കല്ലാത്ത അവസ്ഥ.
ജനാസയിൽ പങ്കെടുക്കുന്നുണ്ട്, മരിച്ച ആളുകളെ മയ്യത്ത് കാണുന്നുണ്ട്, എന്നിട്ടും ഹൃദയത്തിൽ ഒരു നൈർമല്യം വരുന്നില്ല, ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അത് ഈമാനിന്റെ ദുർബലതയാണ്. നരകത്തിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവനെന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ദുനിയാവ് അതുമായി അങ്ങേയറ്റം ഇഴകിച്ചേരുക, ദുനിയാവിന്റെ സുഖലോലുപതകൾ, അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈമാനിന്റെ ദുർബലതയുടെ അടയാളാണ്. കാരണം ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ചേരാത്തൊരു കാര്യമാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇയ്യാക വത്തനഉം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു വസിയ്യത്താണ് ഇയ്യാക വത്തനഉം, സുഖലോലുപതയെ നീ സൂക്ഷിക്കണം. ഫഇന്ന ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളായ മുഅ്മിനീങ്ങൾ ലൈസൂ ബിൽ മുതനഇമീൻ, അവർ സുഖലോലുപരല്ല. എന്താ സുഖലോലുപത? മുതനഇമീൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുക, പരിഗണന കൊടുക്കുക. അവന്റെ ശഹവത്തുകൾ തീർക്കാൻ അവൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല താമസം, അങ്ങനെ ദുനിയാവിന്റെ ശഹവത്തുകളുമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് മുബാഹായ അനുവദനീയമായ കാര്യം തന്നെയാണ്. ഇവിടെ അനുവദനീയമായ കാര്യമാണ്, പക്ഷെ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ അവർക്ക് യോജിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഹറാമുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഹറാമുകൾ കൊണ്ട് ആസ്വാദനം കണ്ടെത്തുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ദുനിയാവുമായി കൂടുതൽ ഇഴകിച്ചേരുക എന്നുള്ളത് അത് ഈമാനിന്റെ ദുർബലത, അതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അദമുൽ ഗദബി ഇദൻ തുഹികത് മഹാരിമുല്ലാഹ് വഅദമു ഇൻകാരിൽ മുൻകരി വൽ അംരി ബിൽ മഅറൂഫ്. അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ ദേഷ്യം ഉണ്ടാകുന്നില്ല. ഹറാമുകൾ നേരിട്ട് കാണുന്നുണ്ട്, പക്ഷെ അതിനെ എതിർക്കാൻ പറ്റുന്നില്ല. നന്മകൾ കൽപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്, പക്ഷെ അത് കൽപ്പിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ വന്നാലും ഇതിനൊന്നും കഴിയാത്തൊരവസ്ഥ, അതൊന്നും ചെയ്യാത്തൊരവസ്ഥ. അതെന്താണ്? ഈമാനിന്റെ ദുർബലതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ ഉമിലത്തിൽ ഖതീഅതു ഫിൽ അർദി, ഒരാളെ മുന്നിൽ വെച്ച് ഒരു തിന്മ അത് ചെയ്യപ്പെട്ടു, കാന മൻ ഷാഹദഹാ ഫകരിഹഹാ കമൻ ഗാബ അൻഹാ, ആ തിന്മ ചെയ്യപ്പെട്ടത് ഒരുവൻ കണ്ടു, പക്ഷെ ആ കണ്ടവൻ അത് വെറുത്തു. കണ്ടവൻ അത് വെറുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ കാണാത്തവനെ പോലെയാണ്, അവൻ അവിടെ ഇല്ലാത്തവനെ പോലെയാണ്. ഇനി വമൻ ഗാബ അൻഹ, ഒരാളുണ്ട് പക്ഷെ അയാളെ മുന്നിൽ വെച്ചിട്ടൊന്നല്ല തിന്മ നടമാടപ്പെട്ടത്, തിന്മ ചെയ്യപ്പെട്ടത് അവന്റെ മുന്നിൽ വെച്ചിട്ടല്ല, അവൻ വേറെ ഏതൊരു സ്ഥലത്താണ്, തിന്മ ചെയ്യപ്പെട്ടത് വേറെ ഏതൊരു സ്ഥലത്താണ്, പക്ഷെ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൻ അതിനോട് തൃപ്തിയുണ്ടായി എങ്കിൽ അവൻ കമൻ ഷഹിദഹ, അതിനെ സാക്ഷ്യം വഹിച്ചവനെ പോലെയാണ് എന്നാണ്. അപ്പൊ തിന്മകളോട് ഒരു താല്പര്യം, അതിനോട് ഇഷ്ടം, തൃപ്തി അതുണ്ടാകാൻ പാടില്ല. നേരെ തിരിച്ച് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ നമുക്ക് ദേഷ്യം ഉണ്ടാകണം. തിന്മകൾ കാണുമ്പോൾ അത് തടയാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ തടയാൻ പറ്റുന്നത് പോലെ നമ്മൾ തടയണം. നന്മകൾ അത് കൽപ്പിക്കാൻ പറ്റുമ്പോൾ അതിനുള്ള സാഹചര്യമാണ് എങ്കിൽ നമ്മൾ അത് കൽപ്പിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇസ്തിസ്ഖാറു ദുനൂബി വൽ മആസി, തിന്മകളെ വില കുറച്ച് കാണുക. അത് ചെറിയ തിന്മയല്ലേ, അതിപ്പോ എത്ര കാര്യാക്കാനുണ്ടോ, അതൊരു ചെറിയ കാര്യല്ലേ, അതിപ്പോ ഒരു മ്യൂസിക് അല്ലേ, പാട്ടല്ലേ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കൂടിയിരിക്കല്ലേ, ആണും പെണ്ണും കൂടിയിരിക്കല്ലേ, അങ്ങനെ തിന്മകളെ ചെറുതായി കാണാം. ഇസ്തിസ്ഗാറു ദുനൂബ് അത് വലിയ ഗൗരവമാണ്, അത് തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ്. തിന്മ ചെയ്യുന്നവൻ ചിലപ്പോൾ അതിനെ നിസ്സാരായി കാണുന്നില്ല, അവന് ചിലപ്പോൾ അതിൽ പെട്ടുപോയതായിരിക്കും, പക്ഷെ ചെയ്യാത്തവൻ അതിനെ
നിസ്സാരവൽക്കരിച്ചാൽ അത് വലിയ തെറ്റാണ്, അത് ഗൗരവം നിറഞ്ഞൊരു തെറ്റാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ മുഅ്മിനു യറാ ദുനൂബഹു കജബലിൻ യൂഷികു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ അവന്റെ തിന്മകളെ കാണുന്നത് ഏതുപോലെയാണ്? അവനൊരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നു, ആ പർവ്വതം അവന്റെ മുകളിലേക്ക് ഇവന്റെ മേലേക്ക് വീണു പോകുമോ എന്ന് ഭയപ്പെടുക. അതേപോലെയാണ് ഒരു മുഅ്മിൻ എന്ത് ചെയ്യുന്നത്? തിന്മകളെ കാണുന്നത്. എന്നാൽ വൽ മുനാഫിഖു യറാ ദുനൂബഹു കഅന്നഹു ദുബാബുൻ വഖഅ അലാ അൻഫിഹി ഫഖാല ഹകദാ ഫതാറ. എന്നാൽ ഒരു മുനാഫിഖ് അവന്റെ തിന്മകളെ കാണുന്നത് അവന്റെ മൂക്കിന്റെ അരികിലൂടെ ഒരു ഈച്ച പോയാൽ അതെത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അതിനെ അങ്ങനെ ആട്ടുക. അതുപോലെ ആയിരിക്കും ഒരു മുനാഫിഖിന് തിന്മകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ തിന്മകൾ നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥ അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ലാ തൻദുർ ഇലാ സിഗരിൽ ഖതീഅ. തിന്മയുടെ ചെറുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്, ചെറിയ തിന്മയല്ലേ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അത് ചെറിയ തിന്മയാണെങ്കിൽ വലാകിൻ ഉൻദുർ അദമത മൻ തഅസിയ. ചെറിയ തിന്മയിലൂടെ നീ ധിക്കരിച്ചത് ആരെയാണ്? മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെയാണ് ധിക്കരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തിന്മയും ഒരേപോലെയാണ്. എല്ലാ തിന്മയിലൂടും അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ട തിന്മകളുടെ ചെറുപ്പത്തിലേക്കല്ല, അള്ളാഹുവിനെയാണല്ലോ ഇതുകൊണ്ട് ഞാൻ ധിക്കരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഈമാനിന്റെ ദുർബലതയുടെ ഒരു അടയാളമാണ് കസ്റത്തുൽ മിറാഇ വൽ ജിദാൽ അൽ മുഖസ്സി ലിൽ ഖൽബ്. ഹൃദയത്തിനെ കടുപ്പിച്ചു കളയുന്ന അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. വെറുതെ ഇങ്ങനെ തർക്കിക്കുക, കാര്യമില്ലാതെ തർക്കിക്കുക, ഒരു കാര്യമില്ലാതെ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഹൃദയത്തിൽ അൽ ഹസദ് വൽ ഖുറൂർ വൽ ഹിഖ്ദ്, ചതി, വഞ്ചന, പക, അതുപോലെ തന്നെ അസൂയ, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരിക. ഇത് ഈമാനിന്റെ ദുർബലതയുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഇഹ്തിഖാറുൽ മഅറൂഫ്, നന്മയെ ചെറുതായി കാണാൻ. അത് സുന്നത്ത് നിസ്കാരല്ലേ, വാജിബൊന്നല്ലല്ലോ എന്നുള്ളൊരു ചിന്ത. നന്മയെ എന്ത് ചെയ്യുക? ചെറുതായി കാണാം. അതുപോലെ തന്നെ നന്മകളുടെ സീസണുകൾ വന്നാൽ അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുക. റമദാൻ വന്നു, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശ്രേഷ്ഠമായ ദിവസങ്ങൾ വന്നു, പക്ഷെ അതിനെ കാര്യമായി ഗൗനിക്കാതിരിക്കുക. ഇതൊക്കെ ഈമാനിന്റെ ദുർബലതയുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ. നന്മയിൽ നിന്ന് ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല? നിസ്സാരവൽക്കരിക്കരുത്. ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് പോലും എന്താണ്? അതുപോലും നന്മയാണ്. അതിനെ പോലും നിസ്സാരവൽക്കരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈമാനിന്റെ ദുർബലത. അത് നമുക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള ചെറിയ ചില അടയാളങ്ങൾ, പ്രധാനപ്പെട്ട അടയാളങ്ങൾ മാത്രമാണ് നമ്മൾ വായിച്ചത്. ഇനി ഇതിനുള്ള കാരണം എന്താ? ഇത് അടയാളങ്ങളാണ് പറഞ്ഞത്. ഈ അടയാളങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? എന്നിൽ ഈ ളഅഫ് സംഭവിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ പറ്റും. ഇനി ഈ ളഅഫിന്റെ അസ്ബാബുകൾ, കാരണങ്ങൾ എന്താ? ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ആ കാരണങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. സ്വഹാബിമാരിൽ പ്രമുഖനായ ഒരു സ്വഹാബി അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. മറ്റ് ആളുകളൊക്കെ ഖൈറിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുക, ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കുക ഷർറിനെ കുറിച്ചാണ്. എന്തിനാണ്? ആ ഷർറിൽ വീണു പോകാതിരിക്കാൻ. അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹി വഇന്നമാ യഅരിഫു ശർറ മിനൻ നാസി യഖഉ ഫീഹി. ആരാണോ ഞാൻ ഷർറിനെ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഷർറ് ചെയ്യാനല്ല, മറിച്ചത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഒരാൾക്ക് ഖൈറിൽ നിന്ന് ഷർറിനെ മനസ്സിലായിട്ടില്ല എങ്കിൽ അവനെന്ത് ചെയ്യും? ആ ഷർറിൽ വീണു പോകും. അപ്പം അതുകൊണ്ട് ദുർബലപ്പെടുത്തുന്ന, ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന ഈ അസ്ബാബുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈമാൻ ദുർബലമാകുന്നതിനുള്ള ഒന്നാമത്തെ കാര്യം
ഇബാദത്തുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. തർക്കുത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഉപേക്ഷിക്കുക. ഓരോ നന്മയിൽ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ, അവസരം ലഭിച്ചിട്ടും ഓരോ നന്മകൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ഈമാൻ പതിയെ അതെന്താകും? അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതറിയപ്പെട്ട കാര്യമാണ്. ഈമാനിന്റെ താരീഫിൽ, ഈമാനിന്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അൽ ഈമാൻ യസീദു ബിത്താഅ, നന്മകൾ ചെയ്യുമ്പോൾ അങ്ങനെ ഈമാൻ വർദ്ധിക്കും. തിന്മകൾ ചെയ്യുമ്പോഴോ വയൻഖുസു ബിൽ മഅസിയ, തിന്മകൾ ചെയ്യുമ്പോൾ അതങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഅമ്മാ നഖ്സുൽ ഈമാനി ഫലഹു അസ്ബാബ്, ഈമാൻ കുറഞ്ഞു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് തർക്കുത്വാഅതി, അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഫഇന്നൽ ഈമാന യൻഖുസു ബിഹി വന്നഖ്സു ബിഹി അലാ ഹസബി തഅക്കുദി ത്വാഅ, ഈമാൻ അത് ഇബാദത്തുകൾ ഉപേക്ഷിക്കുന്നതിലൂടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഉപേക്ഷിക്കുന്നതിലൂടെ കുറഞ്ഞു പോകും. എത്രത്തോളം ഒരുവൻ അതിൽ കുറവ് കാണിക്കുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും? ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം അൽ ജഹലാണ്, അറിവില്ലായ്മയാണ്. മനസ്സിലായോ? അറിവില്ലായ്മ എന്നുള്ളത് ഈമാനിനെ കുറച്ചു കളയുന്ന കാര്യമാണ്. ദീൻ പഠിക്കുന്നില്ല, ദീൻ മനസ്സിലാക്കുന്നില്ല, ഈമാൻ എന്താന്ന് പഠിക്കുന്നില്ല, ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല, ഈമാൻ കുറഞ്ഞു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പൊ അവന്റെ ഈമാൻ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ജഹ്ലി എന്നുള്ളത് എന്താണ്? ദാഉൻ ഖതീർ, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ അസ്മാകളെ കുറിച്ചും അവന്റെ സിഫാത്തുകളെ കുറിച്ചും ദീനിന്റെ മറ്റ് പാഠങ്ങളെ കുറിച്ചുമുള്ള അറിവില്ലായ്മ, അത് ദാഉൻ ഖതീർ, അത് വലിയ അപകടകാരിയായ അസുഖമാണ്. അത് ഒരുവനിൽ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ തിന്മയിലും മറ്റ് നാശങ്ങളിലുമെല്ലാം എളുപ്പം ചെന്നു പതിക്കും. അറിവില്ലാത്ത ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, ദീനിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ എന്ത് ചെയ്യും? അവർ എളുപ്പം തിന്മകളിലേക്ക് പെട്ടുപോകും. അപ്പൊ പിന്നെ ജഹലാണ് രണ്ടാമത്തെ കാരണം. ഈമാൻ കുറയുന്നതിനുള്ള രണ്ടാമത്തെ കാരണം ജഹലാണ്. അതുപോലെ തന്നെ ഫിഅലുൽ മആസി വർത്തികാബുദ് ദുനൂബ്, തിന്മകൾ ചെയ്യുക എന്നുള്ളത് ഈമാൻ അത് കുറയുന്നതിനുള്ള കാരണമാണ്. തിന്മകൾ ചെയ്യുക, നമ്മൾ പറഞ്ഞു യൻഖുസു ബിൽ മഅസിയ, ഈമാൻ എന്ത് ചെയ്യും? തിന്മകൾ കൊണ്ട് കുറഞ്ഞു പോകും. അതെത്രത്തോളം അവൻ തിന്മകൾ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവന്റെ ഈമാൻ അത് ശോഷിച്ചു പോയിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ അസ്നബ ദംബൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, ഒരു അടിമ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. فإن هو تاب ورجع واستغفر سقل قلبه, ഇനി ആ തിന്മയിൽ നിന്ന് അവൻ മടങ്ങി ഇസ്തിഗ്ഫാർ ചെയ്തു, തൗബ ചെയ്തു, ഖേദിച്ച് മടങ്ങിയാൽ അവന്റെ ഹൃദയം അത് ശുദ്ധീകരിക്കപ്പെടും. ഫഇൻ സീദ, ഇനി ഇസ്തിഗ്ഫാറും തൗബയൊന്നും ചെയ്തില്ല, അവൻ വീണ്ടും വർദ്ധിപ്പിച്ചു, തിന്മകൾ ചെയ്യുന്നത് കൂടുതൽ അധികരിപ്പിച്ചാൽ സീദ അലൈഹി, കറുത്ത പുള്ളി അങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു മറയിട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറും. തിന്മകൾ ചെയ്തത് കാരണം ഹൃദയം ആകെ മലീമസാകും, ആകെ വൃത്തികേടാകും. പിന്നെ അതിന് ഖൈർ ഏതാണ് ശർർ ഏതാണ് എന്നറിയാൻ പറ്റൂല. പിന്നെ ഈമാൻ അതിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ തിന്മകൾ ധാരാളം ചെയ്യാന്നുള്ളത് എന്താണ്? അത് ഈമാനിനെ കുറച്ചു കളയുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക? തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അത് ഈമാനിനെ വർദ്ധിപ്പിക്കും ബിഇദ്നില്ലാഹ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തിന്മകളുടെ ചില ഉപദ്രവങ്ങൾ, ചില അപകടങ്ങൾ വിശദീകരിച്ചതായി കാണാം. ഖില്ലത്തു തൗഫീഖ്, തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ തൗഫീഖ് നഷ്ടപ്പെടും, അള്ളാഹുവിൽ നിന്നുള്ള സഹായം തൗഫീഖ് നഷ്ടപ്പെടും. ഫസാദുർ റഅി, അതുപോലെ തന്നെ നമ്മളെ കാഴ്ചപ്പാടിൽ വലിയ ഭംഗങ്ങൾ വരും. അതുപോലെ തന്നെ വഖഫാഇൽ ഹഖ്, സുബ്ഹാനല്ലാഹ്, സത്യം അത് മറയിടപ്പെടും, സത്യം മനസ്സിലാക്കാൻ പറ്റൂല. വഫസാദിൽ ഖൽബ്, ഹൃദയം അത് മോശമായി പോകും. വഇദാഅത്തുൽ വഖ്ത്, സമയം അത് നഷ്ടപ്പെടുത്തി കളയും. വനഫ്റത്തുൽ ഖൽഖ്,
അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. അള്ളാഹുവിന്റെ നല്ലവരായ, നമ്മൾ തിന്മകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. അവർക്ക് നമ്മളോടൊരു താല്പര്യം ഉണ്ടാകൂല. വൽ വഹ്ശതി, അതുപോലെ തന്നെ അവനൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഹൃദയകാഠിന്യം ഉണ്ടാകും. ആയുസ്സിലും അതുപോലെ തന്നെ ജീവിത ഉപാധികളിലും റിസ്കിലും എന്തുണ്ടാകും? ബറക്കത്ത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അറിവ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഹൃദയം അത് ഇടുങ്ങിപ്പോകും. സങ്കടവും ആവലാദികളും വേവലാദികളും അധികരിക്കും. ഇതൊക്കെ തിന്മയുടെ അപകടങ്ങളാണ്. ഇതൊക്കെ തിന്മകൾ, അതിൽ ഒരുവൻ മുഴുകിക്കഴിഞ്ഞാൽ, തൗബ ചെയ്യാതെ തിന്മകളിൽ തുടർന്നു കഴിഞ്ഞാൽ ഒരുവനിലുണ്ടാകുന്ന ഉപദ്രവങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു കാരണമാണ് ധാരാളമായി തിന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന നഫ്സ് എന്നുള്ളത്. നമ്മളെ സ്വന്തം മനസ്സ് നമ്മളോട്, നഫ്സ് നമ്മളോട് തിന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കുക. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ചില നഫ്സുകൾ എന്ത് ചെയ്യും? തിന്മകൾക്ക് വേണ്ടി അതിയായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ ദേഹേച്ഛകൾ നമ്മളോട് മോശമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ ദുആ ആണ്. ദുആ അല്ലാതെ വേറൊരു പരിഹാരത്തിനില്ല. നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ് നമ്മളോട് നന്മകൾ അത് പറഞ്ഞു തരാൻ, തിന്മകളോട് കൽപ്പിക്കാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥനയിൽ എന്ത് പഠിപ്പിച്ചത്? അഊദു ബിക മിൻ ശർരി നഫ്സി, എന്റെ നഫ്സിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇപ്പൊ നഫ്സിന്റെ ഷർറ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഷർറാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്നാണ് പറഞ്ഞത്. നഫ്സ് അത് തിന്മക്ക് നന്നായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്ത ആളുകൾ, അള്ളാഹുവിന്റെ തൗഫീഖുള്ള ആളുകൾ മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നഫ്സിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. എല്ലാ ഖുത്ബത്തുൽ ഹാജയിലും നമ്മൾ കേൾക്കുന്നത് എന്താ? വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന. നഫ്സിന്റെ ഷർറുകളിൽ നിന്ന് നാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈമാൻ കുറഞ്ഞു പോകുന്നതിനുള്ള ഒരു കാരണമാണ് ദുനിയാവിന്റെ പിന്നിൽ തിരക്കിലാവുക, ദുനിയാവ് അതിൽ മുഴുകുക എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിനോടുള്ള താല്പര്യം അത് ഒരുവനിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ, ദുനിയാവുമായി ഒരുവന്റെ ഹൃദയം അത് കൂട്ടിയിണക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് പിന്നെ ഈമാൻ അത് കുറഞ്ഞു പോകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണും, വഅലാ ഖദരി റഗ്ബത്തിൽ അബ്ദി ഫി ദുനിയ വറിദാഹു ബിഹാ യകൂനു തസാഖുലുഹു അൻ ത്വാഅത്തില്ലാഹി വതലബിൽ ആഖിറ. ഒരുവന്റെ ദുനിയാവിനോടുള്ള താല്പര്യം, അതിനോടുള്ള തൃപ്തി, അതിനനുസരിച്ച് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതിൽ നിന്നും ആഖിറത്തിന്റെ വിഷയത്തിൽ പരിശ്രമിക്കുന്നതിൽ നിന്നും അവന് എന്തുണ്ടാകും? ഒരു പിന്നോട്ട് വലിക്കലുണ്ടാകും. ദുനിയാവിനോട് എത്രത്തോളം അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്ന് അവൻ അകലും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ആകത്തുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഫവല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത്, വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും. നിങ്ങളുടെ മുൻഗാമികൾക്ക് ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ദുനിയാവ് വിശാലമാക്കപ്പെടുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, അങ്ങനെ അവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ച പോലെ നിങ്ങളും മത്സരിക്കും. എന്നിട്ട് വതുഹ്ലികക്കും കമാ അഹലകത്ഹും, ആ ദുനിയാവ് അവരെ നശിപ്പിച്ചതുപോലെ ദുനിയാവ് നിങ്ങളെയും നശിപ്പിക്കും. അത് ഞാൻ ദാരിദ്ര്യത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ദുനിയാവ് എന്നുള്ളത്
അതിന്റെ പിന്നാലെ പോകുക എന്നുള്ളത് നമ്മളെ ദീനിനെ ഫസാദാക്കി കളയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്, അങ്ങനെ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. അത് കാരണം ദുനിയാവിന്റെ പിറകിൽ പോയാൽ ആഖിറം അത് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈമാൻ ദുർബലമാകുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് മുഖാലതതു വ മുസാഹബതു ഖുറനാഇസ്സു വദുഅഫാഇൽ ഈമാൻ, ഈമാൻ കുറവുള്ള ഈമാൻ ഇല്ലാത്ത മോശമായ ആളുകളോടൊപ്പം കൂടിയിരിക്കുക, അവരോടൊപ്പം ഇടപഴകുക എന്നുള്ളത്. ഫഖൽതത്തുൽ ഫുസ്സാഖി വ അഹ്ലുസ്സൂഇ അഅളമു അസ്ബാബി നഖ്സിൽ ഈമാനി വ ളഅഫിഹി. അപ്പോൾ ഫുസ്സാഖുകളായ തെമ്മാടികളായ തിന്മകളുടെ ആളുകളുമായി കൂടിയിരിക്കുക എന്നുള്ളത് ഈമാൻ അത് കുറച്ചു കളയുന്ന കാരണങ്ങളിൽ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. വകദാലികൽ ജുലൂസു മഅ അഹ്ലിൽ ബിദ്അ വൽ അഹ്വാ, ദേഹേച്ഛയുടെയും ബിദ്അത്തുകാരുടെയും ഒപ്പം കൂടിയിരിക്കുക. കൂട്ടുകാരായിരിക്കും, അവർക്ക് ഈമാൻ ഉണ്ടാവില്ല, മര്യാദക്ക് നിസ്കരിക്കാത്ത ആളുകളായിരിക്കും, തിന്മകളോട് ഗൗരവമില്ലാത്ത ആളുകളായിരിക്കും, അവർ സംസാരത്തിൽ സൂക്ഷ്മതയില്ലാത്ത ആളുകളായിരിക്കും. അവരെ കൂടെ അങ്ങനെ കൂടിയിരുന്നാൽ നമ്മളുടെ ദീൻ വെടക്കാകും, നമ്മളുടെ ഈമാൻ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരുവൻ അവന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. മോശമായ ആളുകളോടൊപ്പം ഇരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈമാനിന് അത് ദുർബലപ്പെടുത്തി കളയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈമാൻ കുറയുന്നതിനുള്ള മറ്റൊരു കാരണമാണ് അൽ ഇബ്തിആദു അനിൽ അജ്വാഇൽ ഈമാനിയ്യ, ഈമാനികമായ അന്തരീക്ഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. മിസ്ലു മജാലിസിൽ ഇൽമി വദ്ദിക്ർ, ഇൽമിന്റെയും ദിക്റിന്റെയും സദസ്സുകൾ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന, പരലോകത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് സ്വലാത്തുൽ ജമാഅത്ത് നിസ്കാരങ്ങളിൽ നിന്ന് അകലുക, ഖുർആൻ പാരായണങ്ങളിൽ നിന്ന് അകലുക, നല്ല കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ അകലുക എന്നുള്ളത് ഈമാൻ അത് ദുർബലപ്പെടുത്തുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വമിൻ ദാലിക അൽ ഇസ്റാഫ് ഫിൽ അക്ലി വൻ നൗമി വസ്സഹരി വൽ കലാമി വൽ ഖൽതതി വൽ ളഹിക്. അതുപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഈമാൻ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ത്? അമിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ധാരാളമായി ഉറങ്ങുക എന്നുള്ളത്, രാത്രി ഉറക്കമൊഴിക്കുക എന്നുള്ളത്, ഹറാമുകളിലും മറ്റു വേണ്ടാത്ത കാര്യങ്ങളിലുമായി രാത്രി സമയം ചെലവഴിക്കുക, അങ്ങനെ രാവിലെ അങ്ങനെ ഒരുപാട് നേരം ഉറങ്ങുക എന്നുള്ളത്, ധാരാളമായി ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനുവദനീയായിരിക്കും, ചിലപ്പോൾ ഹറാമുകൾ ഉണ്ടാവും, ചിലപ്പോൾ മ്ലേച്ഛതകൾ ഉണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. വൽ ഖൽത, ഒരുപാട് നേരം ഇത്തരം ആളുകളുമായി കൂടിയിരിക്കുക എന്നുള്ളത്, അവരുമായി ഇടപഴകുക എന്നുള്ളത്, ധാരാളമായി ചിരിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇയ്യാക വകസ്റത്തുൽ ളഹിക്, ധാരാളമായി ചിരിക്കുക എന്നുള്ളത് നീ സൂക്ഷിക്കണം. ഫഇന്ന കസ്റത്തുൽ ളഹികി തുമീതുൽ ഖൽബ്, ധാരാളമായി ചിരിക്കുക എന്നുള്ളത് ഹൃദയത്തിനെ മരിപ്പിച്ചു കളയുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാരണങ്ങൾ. ഇനി ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം തഅല്ലുമിൽ ഇൽമിൻ നാഫിഅ, ഇൽമുൻ നാഫിഅ നേടുക എന്നുള്ളതാണ്. ഉപകാരപ്രദമായ അറിവ് നേടുക. ഉപകാരപ്രദമായ അറിവിൽപ്പെട്ടതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈമാൻ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ഈമാനിനെ കുറച്ചു കളയുന്ന കാര്യങ്ങൾ പഠിക്കുക. അത് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈമാൻ വർദ്ധിക്കുക? അവനക്കറിയില്ല എന്താണ് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യം, ഈമാൻ കുറച്ചു കളയുന്ന കാര്യം എന്താണെന്ന് അറിയില്ല, അത് പഠിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഈമാൻ വർദ്ധിക്കും? അപ്പൊ തഅല്ലുമുൽ ഇൽമിൻ നാഫിഅ, ഉപകാരപ്രദമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അറിവുകൾ കരസ്ഥമാക്കുക എന്നുള്ളത് ഈമാൻ
അത് വർദ്ധിക്കുവാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് അവന്റെ അടിമകളിൽ പണ്ഡിതന്മാർ മാത്രമാണ്. വേണ്ട രൂപത്തിൽ ഭയപ്പെടേണ്ടത് അവർക്കറിയാം. അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണമെന്ന് അവർക്ക് നന്നായി അറിയാം. അവർ പഠിച്ചതുകൊണ്ടാണ്. ഇൽമ് നേടിക്കഴിഞ്ഞാൽ അത് ഈമാനിൽ വർധനവുണ്ടാക്കും, വലിയ വർധനവുണ്ടാക്കും. ആ ഇൽമിനോടൊപ്പം അമല് കൂടി വേണം. അമലില്ലാത്ത ഇൽമ് അത് ഒരു ഉപകാരവും നേടിത്തരികയില്ല. അതുപോലെ തന്നെ ഈമാൻ വർദ്ധിപ്പിക്കാത്ത അറിവുകൾ, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഈമാൻ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിൽ അത് ഒഴിവാക്കപ്പെടണം. ഉപകാരമില്ലാത്ത അറിവുകൾ, അനാവശ്യമായ കാര്യങ്ങൾ, നമ്മുടെ പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കാത്ത, ഈമാൻ വർദ്ധിപ്പിക്കാത്ത കാര്യങ്ങൾ, അതല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ നാഫിആയ കിതാബിന്റെയും സുന്നത്തിന്റെയും അറിവുകളാണ്. അത് നേടിക്കഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഈമാനും ഇൽമും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈമാനും ഇൽമും തമ്മിൽ ബന്ധമുണ്ട്. ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഇൽമു വേണം. മനസ്സിലായോ? ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഇൽമു വേണം. ഇൽമില്ലാതെ ഈമാൻ അതുണ്ടാവുകയില്ല. അള്ളാഹു പറഞ്ഞു യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ ഈമാനുള്ള ആളുകളെയും ഇൽമു നൽകപ്പെട്ട ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. അപ്പൊ നോക്കൂ, ഇൽമു നൽകപ്പെട്ട ആളുകളെയും ഈമാനുള്ള ആളുകളെയും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ ഈമാനും ഇൽമും ബന്ധമുണ്ട്. ഈമാൻ വർദ്ധിക്കുവാൻ നമ്മൾ ഇൽമു പഠിക്കുക. ഈമാൻ അത് വർദ്ധിക്കുവാൻ ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. ഇൽമിന്റെ മേഖലകളിൽപ്പെട്ടതാണ്, ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഇൽമിൽപ്പെട്ടതാണ് ഖുർആൻ പഠനം എന്നുള്ളത്. ഖുർആൻ കേവലം പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ കേവലം മനഃപ്പാഠമാക്കുക എന്നതിനപ്പുറം ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തദബ്ബുർ ചെയ്തുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇൽമു നേടുന്നതിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലേ, മുഅ്മിനീങ്ങൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അപ്പോൾ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ ഇവർ മാത്രാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അതിൽ പേടിയുണ്ടാകും. അതുകൊണ്ടാണ് സലഫുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഇത്തഖില്ലാഹ് എന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പേര് അത് കേട്ടുകഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും അത് വിറച്ച് താഴെ വീഴും. അള്ളാഹുവിന് കൊടുത്ത ഗാംഭീര്യതാണ്. വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ അത് പേടിച്ച് നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ സാദതുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. ഖുർആൻ പഠിക്കുക എന്നുള്ളത്, അതിന്റെ അർത്ഥസഹിതം പഠിക്കുക എന്നുള്ളത് അത് ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. മറ്റു ചില ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ അവർ ഖുർആൻ പഠിക്കുമ്പോൾ അവർ ഈമാൻ വർദ്ധിക്കും എന്നുള്ള കാര്യം. സ്വഹാബികൾ പറഞ്ഞതായി കാണാം, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫിത്യാനുൻ ഹസാവിറ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ചെറുപ്പം കുട്ടികളായിരുന്നു, യുവാക്കളായിരുന്നു. ഫതഅല്ലംനൽ ഈമാൻ ഖബ്ല അൻ നതഅല്ലമൽ ഖുർആൻ. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഈമാനിനെ കുറിച്ചാണ് പഠിച്ചത്. പിന്നീട് ഖുർആൻ പഠിച്ചു, ഈമാൻ പഠിച്ചു, ഈമാൻ എന്താണ് എന്ന് പഠിച്ചു, ഈമാൻ കാര്യങ്ങൾ പഠിച്ചു, പിന്നെ ഖുർആൻ പഠിച്ചു. ഖുർആന് മുമ്പ് പഠിച്ചത് ഈമാനാണ്. എന്നിട്ട് ഖുർആൻ പഠിച്ചപ്പോൾ ഫസ്സദ്നാ ബിഹി ഈമാന, ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഖുർആൻ പഠനം എന്നുള്ളത് അത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഈമാൻ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യം
മഅരിഫതു അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉല, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ മഹബ്ബത്തിലേക്ക്, അള്ളാഹുവിന്റെ ഖശിയത്തിലേക്ക്, അവനെ പേടിക്കുന്നതിലേക്ക്, അവനിൽ പ്രതീക്ഷ വെക്കുന്നതിലേക്കൊക്കെ നമ്മളെ നയിക്കും. അങ്ങനെ ഈമാൻ വർദ്ധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സലഫുകളിൽ പറഞ്ഞത് മൻ കാന ബില്ലാഹി അഅറഫ കാന മിനല്ലാഹി അഖ്വഫ്. ആരാണോ അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് അവൻ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയക്കുന്നവനായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും അത്ഖാക്കും അഖ്ശാക്കും ബില്ലാഹി അന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയക്കുന്നത്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് ഞാനാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നയാൾ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഈമാൻ വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ഇന്ന ലില്ലാഹി 99 അസ്മാ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അതാരെങ്കിലും ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്താണ് ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു ഹിഫ്ദുഹാ ലഫ്ദൻ, അത് ഓരോ അള്ളാഹുവിന്റെ ഇസ്മും പ്രത്യേകം മനപ്പാടാക്കുക. വഫഹ്മുഹാ മഅനൻ, അതിന്റെ മഅന മനസ്സിലാക്കുക. വൽ അമലു ബിമുഖ്തദാഹ, അതിന്റെ തേട്ടത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് അമൽ ചെയ്യുക. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക. ഇങ്ങനെ 99 നാമങ്ങൾ ഒരുവൻ ചെയ്താൽ അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ അൽ ബസീർ എന്ന നാമം എടുക്കുക. അതൊരുവൻ മനപ്പാടാക്കി, അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു കാണാത്തതായി ഒന്നുമില്ല, അതിന്റെ അർത്ഥതലങ്ങൾ അവൻ മനസ്സിലാക്കി. അതനുസരിച്ച് അവൻ അമൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കാണുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് ചെയ്യാൻ പാടില്ല. അള്ളാഹു കാണുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ഇങ്ങനെ 99 നാമങ്ങൾ ഒരുവൻ പ്രാവർത്തികമാക്കിയാൽ അവന്റെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകൂല, അവന്റെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അത് പഠിക്കുക എന്നുള്ളത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഈ ഉമ്മത്തിലെ മുൻഗാമികളായ ആളുകളുടെയും പണ്ഡിതന്മാരെയും ചരിത്രം പഠിക്കുക, സീറകൾ കേൾക്കുക, വായിക്കുക എന്നുള്ളത്. കാരണം അതിൽ ഒരുപാട് ഈമാനികമായി നമുക്ക് ശക്തി പകരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്വഹാബികളെ സീറ, പണ്ഡിതന്മാരെ സീറൊക്കെ അതിൽ പെടുത്തി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പഠിക്കുക, വായിക്കുക, കേൾക്കുക എന്നുള്ളത് അത് ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൻഫഉൽ ഉലൂമി അന്നദറു ഫീ സീറത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി. ഏറ്റവും ഉപകാരപ്രദമായ അറിവ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും ചരിത്രങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ധാരാളമായ നന്മകൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നമ്മളുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളുടെ അവസാനം എന്തായിരിക്കും? അത് മോശമായിരിക്കോ നല്ലതായിരിക്കോ? നമ്മുടെ മരണത്തിന്റെ അവസ്ഥ ചിന്തിക്കുക, മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുക. അത് ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മരണത്തിനെ കുറിച്ച് ആലോചിക്കുക, ബർസഖി ജീവിതത്തിനെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, ഖബറിലെ ശിക്ഷയെയും രക്ഷയെയും കുറിച്ച്, ഖിയാമത്ത് നാളിന്റെ രംഗങ്ങളെ കുറിച്ച്, സ്വർഗത്തെയും നരകത്തെയും കുറിച്ചൊക്കെ കാര്യമായി ചിന്തിക്കുക. അത് ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അക്സറ ദിക്റൽ മൗതി ഖല്ല ഹസദുഹു വഫറഹുഹു. ആരാണോ മരണത്തിനെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നത് അവന്റെ അസൂയയും നകളിപ്പൊക്കെ ഇല്ലാതാകും. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിന് നിങ്ങൾ ഓർക്കുക. ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സന്തോഷത്തിൽ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും,
പ്രയാസത്തിൽ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസമുണ്ടാകും. അപ്പൊ മരണത്തിനെ കുറിച്ച്, പരലോകത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് എന്താണ്? അത് ഈമാൻ വർദ്ധിപ്പിക്കും. ആ മരണചിന്ത വരാൻ, പരലോക ചിന്ത വരാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ജനാസയിൽ പങ്കെടുക്കുക എന്നുള്ളത്, ജനാസയെ കാണുക എന്നുള്ളത്, ഖബർ സന്ദർശിക്കുക എന്നുള്ളതൊക്കെ എന്താണ്? അതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പരലോക ചിന്ത ഉണ്ടാകുക, മരണ ചിന്ത ഉണ്ടാകുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം പറ്റാവുന്ന ജനാസയിലൊക്കെ പങ്കെടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് നിന്ന് ചിന്തിക്കുക. ആ മരിച്ചു കിടക്കുന്ന ആളെ നോക്കി ചിന്തിക്കുക, നാളെ ഇതേ സ്ഥാനത്ത് ഞാൻ ഉണ്ടാകേണ്ട ആളാണ്. ആ ഖബറെ പോയി നോക്കുക, ആ ഖബറിൽ നാളെ നമ്മൾ കിടക്കേണ്ട ആളുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമുക്ക് വരാനുള്ള സാഹചര്യം. അതുകൊണ്ട് അങ്ങനെ ജനാസ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കുറക്കുക, സംസാരം കുറക്കുക, ഉറക്കം കുറക്കുക എന്നുള്ളതൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ടുണ്ടാകുക, നല്ല ചങ്ങാത്തുണ്ടാകുക എന്നുള്ളത്, നല്ല അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളോടൊപ്പം കൂടിയിരിക്കുക, അവരൊപ്പം സഹവസിക്കുക, അവരോടൊപ്പം സമയം പങ്കിടുക എന്നുള്ളത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രതിഭാസങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, രാവും പകലും മാറി മാറി വരുന്നത്, കടലുകൾ, സമുദ്രങ്ങൾ, അതിലുള്ള മത്സ്യങ്ങൾ, വലിയ വലിയ പർവ്വതങ്ങൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരും. അങ്ങനെ നമ്മളെ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ട. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുആ എന്നുള്ളത്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. ഒരുപാട് പ്രാർത്ഥനകൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു ثൗബ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നുരുമ്പിപ്പോകും. ഏതുപോലെ? നിങ്ങളുടെ വസ്ത്രം, പുതിയ വസ്ത്രം നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നുരുമ്പിപ്പോകും. അതുകൊണ്ട് ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും. ഈമാൻ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പുതുക്കുന്നതിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തിൽ ഈമാൻ നീ പുതുക്കി നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്. ഒരു സംശയവും പറ്റാത്ത, ഒരു കേടും പറ്റാത്ത ഈമാനിന് അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഇങ്ങനെയുള്ള ദുആകൾ നമ്മൾ ചെയ്താൽ അത് ഈമാൻ വർദ്ധിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈമാനിന് അതിന് രുചിയുണ്ട്, അതിന് ആസ്വാദനമുണ്ട്. ഏതുപോലെ? ഭക്ഷണത്തിന് രുചിയും ആസ്വാദനവും ഉള്ളതുപോലെ, അല്ലെ? ഭക്ഷണത്തിന് രുചിയും ആസ്വാദനം ഉള്ളതുപോലെ ഈമാനിന് ഒരു രുചി ആസ്വാദനമുണ്ട്. ഈമാനിന്റെ രുചി എന്ന് പറഞ്ഞാൽ എന്താ? ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്ന ഒരു തരം ആശ്വാസമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു തരം ആസ്വാദനം, ഒരു തരം ആശ്വാസം, ഹൃദയവിശാലത, അതൊക്കെയാണ് ഈമാനിന്റെ രുചി എന്ന് പറഞ്ഞാൽ. നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും രോഗം ബാധിച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ നാവിന് രുചി പിടിക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ, തിന്മകളുടെ കറ ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആസ്വാദനം അതില്ലാതെയാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ രുചി, അതിന്റെ ദൗഖ്, അതിന്റെ മാധുര്യം ലഭിക്കാൻ ചില വഴികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ട് എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം അത് ലഭിക്കും. എന്താണ്? ഒന്നാമത്തേത്, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും കൂടുതലായി സ്നേഹിക്കുക. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനും റസൂലിനും
സ്നേഹം കൊടുക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെന്തിനേക്കാളും മുന്തിക്കുക. എനിക്കെന്റെ ജീവിതത്തിൽ അള്ളാഹുവും റസൂലും കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, ദീനുൽ ഇസ്ലാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. എന്തും, അത് മക്കളായാലും കുടുംബമായാലും സമ്പാദ്യമായാലും എന്തായാലും അള്ളാഹുവും റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതാവുക. അങ്ങനെ ഒരുവന്റെ മനസ്സിലായി കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റും. രണ്ടാമത്തേത് ഒരുവൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണ്. മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണ്. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അവനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല. എന്തെങ്കിലും ദുനിയാവിന്റെ നന്മകൾ കിട്ടാനോ അത് കണ്ടിട്ടോ, ആ ദുനിയാവിന്റെ നന്മകളിൽ ഏറ്റവും വ്യത്യാസമുള്ള ഒന്നുകൊണ്ടല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മൂന്നാമത്തേത് കുഫറിലേക്ക് തിരിച്ചു മടങ്ങുക എന്നുള്ളത് നരകത്തിൽ ഇട്ടാൽ എപ്രകാരമാണോ ആ നരകത്തിൽ ഇടപെടുന്നത് അവൻ ഭയപ്പെടുന്നത്, അതുപോലെ കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കുക. കുഫറിലേക്ക് മടങ്ങുക എന്നുള്ളത് നമ്മളെ തീയിൽ കൊണ്ടിട്ടാൽ എങ്ങനെയാണോ നമ്മൾ അതിനെ വെറുക്കുന്നത്, അതുപോലെ കുഫറിലേക്ക് മടങ്ങിപ്പോവുക. ഞാൻ കുഫറിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, അതിനെക്കുറിച്ച് വെറുപ്പുണ്ടാക്കുക. കുഫറിനോടും അതിൻ്റെ ആളുകളും വെറുപ്പുണ്ടാക്കുക. അത് ഈമാനിന്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം നമുക്ക് നുകരുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവസാനമായി ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി ഒരുവൻ അനുഭവിച്ചിരിക്കുന്നു. ആരാണവൻ? മൻ റളിയ ബില്ലാഹി റബ്ബാ, റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി അൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവൻ അള്ളാഹു അല്ലാതെ ഒരു റബ്ബില്ല. എന്തു കാര്യങ്ങളിലും അവൻ അഭയം തേടി പോകുന്നത് അള്ളാഹുവിലേക്കാണ്, വേറെ ആരിലേക്കുമല്ല. ഇസ്ലാമാണ് അവന്റെ ദീൻ. ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെയും അവൻ ദീനായി മതമായി കാണുന്നില്ല. ബാക്കി എല്ലാ ദീനിനെയും അവൻ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ വബി മുഹമ്മദിൻ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അവൻ തൃപ്തിപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ അവൻ അനുസരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിലക്കുകൾ അവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശക്തമായി ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കെൻസാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിൽ വലിയൊരു നിധിയുണ്ട്, വലിയ സമ്പാദ്യം ഉണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും. എന്നാൽ ഇത് ആഖിറത്തിന്റെ കാര്യമാണ്. ഈ ഈമാൻ എന്ന് പറഞ്ഞാൽ വലിയ നിധിയാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കണം. അത് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അത്തരം കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ അത് വർദ്ധിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ അതോടുകൂടി മരണപ്പെടുന്ന നല്ല പര്യവസാനം സമ്മാനിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.